നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ തലസ്ഥാനത്തെ രാഷ്ട്രീയ ആസ്ഥാനങ്ങളിലൊക്കെ തന്നെ ദൃശ്യമായത് സമാനതകളില്ലാത്ത വൈകാരിക പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ നാടകീയമായിട്ടുള്ള രംഗങ്ങളുമായിരുന്നു. UDFന്റെ വിജയപ്രതീക്ഷകൾക്ക് അടിവരയിട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് പുലർച്ചെ മുതൽ തന്നെ ആവേശകരമായിട്ടുള്ള അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത്. വമ്പൻ സ്ക്രീനുകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ തത്സമയം വീക്ഷിക്കാനായിട്ട് നേതാക്കളും അതോടൊപ്പം തന്നെ അണികളുമൊക്കെ തന്നെ ഇരച്ചെത്തിയതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവപ്പറമ്പായി മാറുകയുണ്ടായി. വിജയമുറപ്പിച്ച മണ്ഡലങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഓരോന്നായിട്ട് പുറത്തു വന്നതോടെ നൂറുകണക്കിന് പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുകയും മുദ്രാവാക്യം വിളികളാൽ മുഴങ്ങുകയായിരുന്നു തലസ്ഥാന നഗരി. വിജയത്തിന്റെ സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായതോടെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ആസ്ഥാനത്തേക്ക് ഒത്തുകൂടുകയും വരാനിരിക്കുന്ന ഭരണമാറ്റത്തെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾക്ക് അവിടെ തുടക്കമിടുകയും ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ലഭിച്ച ഈ വലിയ മുന്നേറ്റം അത് പ്രവർത്തകർക്കിടയിൽ വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകിയത്. അതേസമയം ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള AKG സെന്ററിൽ കണ്ടതാകട്ടെ തികച്ചും വിപരീതമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ഭരണ തുടർച്ചയെന്ന സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റതോടെ പാർട്ടി ആസ്ഥാന നിശബ്ദതയിലേക്ക് വഴിമാറുകയുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ദിനങ്ങളിലൊക്കെ തന്നെ പ്രവർത്തകരാൽ നിറയുന്ന പാർട്ടി ഓഫീസ് പരിസരമാകട്ടെ ഇത്തവണ വിജനമായിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തൻ്റെ ഓഫീസ് മുറിയിൽ ഇരുന്നു കൊണ്ട് ഫലങ്ങൾ വിലയിരുത്തിയെങ്കിലും പരാജയത്തിൻ്റെ ആഴം വ്യക്തമായതോടുകൂടി പ്രമുഖ നേതാക്കൾ ആരും അങ്ങോട്ട് വരാൻ തയ്യാറായില്ല. PK ബിജുവിനെ പോലെയുള്ള ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് ആസ്ഥാനത്ത് നിലയുറപ്പിച്ചത്. തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന പരാജയ വാർത്തകൾ പാർട്ടി കേന്ദ്രങ്ങളെ കടുത്ത നിരാശയിലാഴ്ത്തി. ഒടുവിൽ മാധ്യമങ്ങളെ കണ്ട MV ഗോവിന്ദന് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നില്ലെങ്കിലും വോട്ട് ചോർച്ചയെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കുമെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം മടങ്ങിയത് തന്നെ. പാർട്ടി പ്രതീക്ഷിച്ചിരുന്ന പല ഉറച്ച കോട്ടകളും തകർന്നടിഞ്ഞത് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തട്ടകമായിട്ടുള്ള കണ്ണൂരിലെ ധർമ്മടത്തും വോട്ടെണ്ണൽ ദിനം അവിശ്വസനീയമായിട്ടുള്ള സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. വിജയം ഉറപ്പാണെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ രാവിലെ 9 മണിക്ക് തന്നെ പത്രസമ്മേളനം വിളിച്ച മുഖ്യമന്ത്രിക്ക് ആദ്യ സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നതോടെ പിൻവാങ്ങേണ്ടി വന്നു. ധർമ്മടത്തെ തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കൺവെൻഷൻ സെന്ററിൽ മാധ്യമപ്രവർത്തകർ വൻതോതിൽ തടിച്ചുകൂടിയെങ്കിലും മുഖ്യമന്ത്രി അവിടെ എത്തിയില്ല. വോട്ടെണ്ണലിൻ്റെ ആദ്യ റൗണ്ടുകളിൽ മുഖ്യമന്ത്രി പിന്നിലായിപ്പോയത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോക്കുകളിൽ ഒന്നായി മാറി. സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർ പോലും കൈവിട്ടുവെന്ന ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ട് പാർട്ടി പ്രവർത്തകർക്കും ഏറെ പ്രയാസമായിരുന്നു. വൈകുന്നേരം വരെ വീടിന് പുറത്തിറങ്ങാനോ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. പിന്നീട് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി. പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിലേക്കും ഭരണശൈലിയിലേക്കും ഒക്കെ തന്നെ വിരൽ ചൂണ്ടുന്നതാണെന്ന വിമർശനമാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നത്. പുതിയ ഭരണക്രമത്തിൽ ഇടതുപക്ഷം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് മാറുമ്പോൾ സഭയെ ആര് നയിക്കും എന്നതിനെ ചൊല്ലി CPM-ൽ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ KN ബാലഗോപാലിൻ്റെ പേരിനാണ് ഇപ്പോൾ ഇവിടെ മുൻഗണന ലഭിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചുരുക്കം ചില പ്രമുഖ നേതാക്കളിൽ ഒരാളെന്ന നിലയിൽ ബാലഗോപാലിന് പാർട്ടിയിൽ വലിയ പിന്തുണയുണ്ട്. എന്നാൽ അദ്ദേഹം സന്നദ്ധനല്ലെങ്കിൽ സജി ചെറിയാൻ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എന്നിവരെ പരിഗണിച്ചു. എങ്കിലും റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അതൃപ്തികൾ തീരുമാനത്തെ ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിനൊപ്പം തന്നെ MLA സ്ഥാനവും പിണറായി വിജയൻ ഒഴിഞ്ഞേക്കുമെന്ന ഊഹാപോഹങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പടരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നിരയിലിരുന്നുള്ള ചോദ്യങ്ങളെ നേരിടാനുള്ള ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വൈമുഖ്യം ഇതിന് പിന്നിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിഭാഗം മന്ത്രിമാരും തോറ്റമ്പിയത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നതാണ്. മന്ത്രിമാരുടെ പരാജയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതാകട്ടെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി വീണ ജോർജിന്റെ ദയനീയമായിട്ടുള്ള തോൽവിയാണ്. പത്തനംതിട്ടയിൽ ഒരൊറ്റ റൗണ്ടിൽ പോലും ലീഡ് ചെയ്യാനായിട്ട് കഴിയാതെ വന്ന മന്ത്രിക്ക് തൻ്റെ സിറ്റിംഗ് സീറ്റിലുണ്ടായ വോട്ട് ചോർച്ച വലിയ തിരിച്ചടിയായി മാറി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന വിവാദമായിട്ടുള്ള നാടകീയ സംഭവങ്ങളും ഭരണപരമായിട്ടുള്ള വീഴ്ചകളും ഒക്കെ തന്നെ അവരുടെ പരാജയത്തിന് ആക്കം കൂട്ടിയതായിട്ട് പൊതുവെ ഇവിടെ വിലയിരുത്തപ്പെടുന്നു. വോട്ടെണ്ണലിന് ശേഷം പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുന്ന മന്ത്രി വൻ മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ മാധ്യമരംഗത്തെ പ്രമുഖനായിരുന്ന നികേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇത്തവണയും പരാജയത്തിലാണ് കലാശിച്ചത്. ആധുനികമായ പ്രചരണ തന്ത്രങ്ങളും സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഒക്കെ തന്നെ നികേഷ് നടത്തിയെങ്കിലും താഴെത്തട്ടിലുള്ള വോട്ടർമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിലൊക്കെ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു. നികേഷ് കുമാറിന്റെ കടന്നുവരവ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളെ സ്വാധീനിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ തന്നെ പലപ്പോഴും തിരിച്ചടിയാവുകയും ചെയ്തുവെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മുന്നണി മാറ്റത്തെക്കുറിച്ചും രാഷ്ട്രീയ വിരമിക്കലിനെ കുറിച്ചുമുള്ള ചർച്ചകൾക്കും തുടക്കമായിട്ടുണ്ട്. പരാജയപ്പെട്ട പല നേതാക്കളും പ്രമുഖ നേതാക്കളും
കൂടാതെ ഇടത് പാളയത്തിൽ നിന്ന് വലിയൊരു വിഭാഗം പ്രവർത്തകർ BJP-യിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഭരണത്തുടർച്ച നഷ്ടപ്പെട്ടതും പാർട്ടി നേതൃത്വത്തിന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുമൊക്കെ തന്നെ അടിത്തട്ടിലെ പ്രവർത്തകരെ നിരാശരാക്കിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ CPM-നുള്ളിൽ വലിയ തോതിലുള്ള ആത്മപരിശോധനകളും തിരുത്തൽ നടപടികളും ഒക്കെ തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഈ പരാജയത്തിന് കാരണമായിട്ടുള്ള ആഡംബര മോഹങ്ങളും ജനവിരുദ്ധ നയങ്ങളും ഒക്കെ തന്നെ ഉപേക്ഷിക്കാതെ ഇനി CPM-നെ സംബന്ധിച്ച് മുന്നോട്ട് പോവുക എന്നത് തീർച്ചയായിട്ടും പ്രയാസകരമായിരിക്കുമെന്നാണ് ഇടത് സഹയാത്രികർ പോലും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്.